എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനിമോളെക്കുറിച്ചാണ്. അനിമോളുടെ കല്യാണം ഇപ്പം ഏകദേശം 2 ആഴ്ചയോളം ആയി കാണും കഴിഞ്ഞിട്ടും. ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫുൾ അനിമോൾക്കെതിരെ നെഗറ്റീവ് കമൻസും വീഡിയോസും ട്രോൾസും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മെയിനായിട്ട് കുറേയധികം പേരുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ കുറേയധികം ആരോപണങ്ങളൊക്കെ ഈ ഒരു അനിമോൾക്കെതിരെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റസ്റ്റായിട്ട് അനിമോളുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ഫോട്ടോ ഒരെണ്ണം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാമിലി ഫോട്ടോ പങ്കുവച്ച് പിന്നാലെ ഉണ്ടെങ്കിൽ കുറേയധികം പേര് ആ ഫോട്ടോയ്ക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എന്തിനാണ് ആ ഒരു ഫോട്ടോയ്ക്കെതിരെ സംസാരിച്ചതെന്നുള്ളതും അതിനുശേഷം അനിമോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേയധികം ആരോപണങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള കുറേയധികം ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ അനിമോൾക്കെതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അനിമോളുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിമോൾ ഒരു ഫാമിലി ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അനിമോളും ഭർത്താവും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ചുള്ള സഹോദരിയൊക്കെ ചേർന്നിട്ട് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയുടെ എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കസേരയൊക്കെ ഇട്ട് ഭയങ്കര കാലും കയറ്റിയൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നമ്മളത് കാണുന്ന സമയത്ത് നോർമലായിട്ടൊരു ഫോട്ടോ ആയിട്ട് തോന്നും. പക്ഷേ വേറൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇത് എടുത്തു വെച്ചിട്ട് ഇതെന്താണ് അനിമോൾ കാണിച്ചിട്ടുള്ളത്, ഈ ഫോട്ടോയൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര പുരുഷൻ എന്തോ മേധാവിത്വം ഉള്ള രീതിയിലൊക്കെയാണ് കാലും കയറ്റിയൊക്കെ ഇരിക്കുന്ന സ്ത്രീയൊക്കെ കണ്ടില്ല, അമ്മയെ കണ്ടില്ല, അവിടെ സൈഡിൽ നിൽക്കുവാണ് അനിമോളുടെ കൂടെ. ഇതെന്തൊരു തരത്തിലുള്ള സ്വഭാവമാണ്, ഇതൊന്നും കാണിക്കുന്നതൊട്ട് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അനിമോൾക്കെതിരെ അച്ഛനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയം വരെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ നോർമലായിട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. നോർമലായിട്ട് കുടുംബമായിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നു, അതിൽ കുറച്ച് രീതിയിൽ അച്ഛനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്ന് കാലും കയറ്റിയൊക്കെ ഇരിക്കുന്ന രീതി ഒരു ഫോട്ടോ ഷൂട്ട് പോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അനിമോൾ പബ്ലിക്കായതിന് ശേഷം ഇതേ കണക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇതേ കണക്ക് അച്ഛനുണ്ടെങ്കിൽ കാലും കയറ്റി മുമ്പിൽ ഇരിക്കുന്ന എന്താണ്, ഇതെന്താ ഭയങ്കര വലിയ ആളാണെന്ന് കാണിക്കാനുള്ള രീതിയിലൊക്കെയുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, അനിമോൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, അല്ലെങ്കിൽ അനിമോൾ ഇതുപോലത്തുള്ള ക്യാരക്ടറൊക്കെയാണ്. അനിമോളൊക്കെയാണെങ്കിൽ ബിഗ് ബോസിലുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും മെഴിച്ചിലും ഒക്കെ ആയിരുന്നു. അതൊക്കെ മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. ഇതുപോലെ സംസാരിക്കാൻ, ഒരു കാര്യം വരുമ്പോൾ സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി അങ്ങ് ഓരോ വീഡിയോയിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട സമയത്ത് ആൾക്കാർക്കായാലും ഇത് കാണുമ്പോഴത്തേന് ഇത് എന്താണ് ഈ വ്യക്തി പറയുന്നത്, ഫോട്ടോയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമുക്ക് കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. നോർമലായിട്ട് ഫാമിലിയായിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതേ കണക്ക് അച്ഛൻ അങ്ങനെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെന്താണ് ഇത്ര വലിയതായിട്ട് കുറ്റം പറയാനെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അനിമോളുടെ കാര്യം കുറേ അധികം പേര് അനിമോൾക്കെതിരെ ചുമ്മാ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ, അതുപോലെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു. എന്നാൽ പോലും ഈ ഒരു വ്യക്തി പിന്നെ ഇതേ കണക്ക് അനിമോൾക്കെതിരെയൊക്കെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന് എതിരെ അനിമോൾക്കെതിരെയൊക്കെ ഈ ഒരു വ്യക്തി സംസാരിച്ചതിന് ശേഷം എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നീ ആവശ്യമില്ലാതെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ അനിമോളുടെ ഇട്ട ഫോട്ടോയ്ക്ക് കുറ്റം പറയേണ്ട കാര്യം എന്താണ്, അതിലാരും തെറ്റായിട്ടൊന്നും തന്നെ തോന്നുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അമ്മയെ ഒഴിവാക്കി നിർത്തി കണക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് ജസ്റ്റ് അച്ഛൻ അങ്ങനെ ഇരുന്ന ഒരു ഫോട്ടോ എടുത്ത് അത് ഫാമിലി ഫോട്ടോ ആയിട്ട് അവർ പുറത്ത് വിട്ടു. അത് സന്തോഷമായിട്ട് അവർ ഇട്ട ഒരു ഫോട്ടോയാണ്. അതിലുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് 1000 കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അമ്മയെ സൈഡിൽ നിർത്തി, അച്ഛൻ അവിടെ കസേര ഇട്ട് ഇരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ആവശ്യമില്ല, നിങ്ങളുടെ കണ്ടൻറ്റിന് വേണ്ടി മറ്റുള്ളവരെ ഫാമിലി എടുത്തിട്ട് ഇതിലേക്ക് വലിച്ചഴക്കരുത് എന്നുള്ള രീതിയിൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട വ്യക്തി ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, അനിമോൾ തനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തൻ്റെ പണി പോയി നോക്കുക എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലെ ആവശ്യമില്ലാതെ കുറേയധികം പേരുണ്ട്, എന്തെങ്കിലും ചെറിയൊരു കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഊതിപ്പെരിപ്പിച്ച് ഭയങ്കരമായിട്ട് കണ്ടൻറ് ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അനിമോൾ കൊടുത്ത ആ ഒരു മറുപടി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മറുപടിയാണ്. ഇതുപോലത്തുള്ളവന്മാർ പോയി വേറെ പണിയെല്ലാം നോക്കാൻ പറയണമെന്നുള്ളതാണ്. ആൾക്കാർ ആ ഒരു കമൻറ്റിന് ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അനിമോൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അനിമോൾ ഇതേ കണക്ക് തന്നെ മറുപടി കൊടുക്കണം. കൊടുത്ത മറുപടി കറക്റ്റായിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും അനിമോൾ ഈ ഒരു മറുപടി കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പിന്നെ ഒരു
വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതേ കണക്ക് കഴിഞ്ഞ ദിവസം അനുമോൾ ചെയ്ത ഒരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂണ്ടിക്കാണിച്ച തെറ്റുണ്ടെങ്കിൽ അനുമോൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിനക്ക് വേറെ പണിക്ക് വല്ലതും പൊയ്ക്കൂടെ എന്നുള്ള രീതിയിൽ. എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഉണ്ടെങ്കിൽ ഒരു പണിയും ഇല്ലാതിരിക്കുന്ന ആളല്ല ഞാനുണ്ടെങ്കിൽ. കമ്പനിയിലൊക്കെ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല, എനിക്ക് ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ കാര്യങ്ങളും എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെപ്പോലെ ജോലിയൊന്നും ഇല്ലാതെ ഇതേ കണക്ക് ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും പോയി അല്ലെങ്കിൽ ഇതേ കണക്കുള്ള സോഷ്യൽ മീഡിയ വെച്ച് പണം ഉണ്ടാക്കുന്ന ആളല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനുമോളെ ഒന്ന് കുത്തി കാണിച്ചുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അനുമോൾ അതേ കണക്ക് പോയി പണി നോക്കാൻ പറഞ്ഞില്ല. ഇത് ഇത്തിരി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതേ കണക്ക് അനുമോൾക്ക് പണിയൊന്നുമില്ല, ഇതൊക്കെ വെച്ചാണ് ജീവിക്കുന്നത്. ഞാനാണെങ്കിൽ ജോലി എടുത്താണ് ജീവിക്കുന്നത്, എൻ്റെ വൈഫിനും ജോലിയൊക്കെ ഉണ്ട്. ഞങ്ങളുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഇതുപോലത്തുള്ള വീഡിയോ ഇട്ട് ഇങ്ങനെ ജീവിക്കുന്നവരല്ല. ഞങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് എന്നുള്ള രീതിയിൽ അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശം ആക്കി സംസാരിക്കുന്നുണ്ടല്ലോ. അതേ കണക്കായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പറഞ്ഞ വീഡിയോയുടെ താഴെ വന്ന ആൾക്കാർ മൊത്തം നെഗറ്റീവായിട്ട് ഈ ഒരു വ്യക്തിക്കെതിരെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. നീയാണ് ഇതേ കണക്ക് ആവശ്യമില്ലാതെ അനുമോളുടെ അച്ഛനെയൊക്കെ ഇതിലേക്ക് വലിച്ചഴിച്ചത്. എന്നിട്ട് അവർ വന്നിട്ട് നീ നിൻ്റെ പണി നോക്കാൻ പോയി വേറെ വല്ല പണി നോക്കാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ നീ അതെടുത്ത് വെച്ചിട്ട് അവർക്കെതിരെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ നിന്നാണ് പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ അപമാനിക്കേണ്ട കാര്യം എന്തുവാ? അവരുടെ ജോലി അതാണ്, അവരത് ചെയ്യുന്നുണ്ട്. നിനക്ക് അതിലെന്താണ് കുഴപ്പം എന്നുള്ള ചോദിച്ചുകൊണ്ടാണ് ആൾക്കാർ ഫുള്ള് ഇവനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അനുമോളുടെ ജോലി ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇതിലൂടെ തന്നെയാണ് അനുമോൾ എല്ലാവരും അറിഞ്ഞത്, ഇഷ്ടപ്പെട്ടതും ഒക്കെ. ആർക്കും അതൊന്നും കുഴപ്പമില്ലാത്തൊരു കാര്യം കൂടിയാണ്. പിന്നെ അനുമോളെ ഭയങ്കരമായിട്ട് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെയാണ് നിനക്ക് പൈസ കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഡിഗ്രിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് ജോലി ചെയ്തൊക്കെയാണെന്നുള്ള രീതി ഒരു കുത്തി സംസാരവും കൂടിയുണ്ട്. അതിപ്പോൾ അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമോളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇതേ കണക്ക് നിൽക്കുന്നത്. എല്ലാവരും വിചാരിച്ചാൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ ഇതേ കണക്ക് ബിഗ് ബോസോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ജയിക്കാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ കുറച്ച് കഴിവ് കൂടി വേണം. അതൊക്കെ ബിഗ് ബോസിൽ പോയി ഇപ്പം ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ച് അതൊക്കെ സാധിച്ച് കാണിച്ചതാണ് അനുമോൾ. എല്ലാവരും അനുമോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവുണ്ട്, ഇത്രയും നാളായിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ കുടുംബകാര്യമൊക്കെ നോക്കുന്നുണ്ട് അനുമോൾ. അപ്പോഴത്തേന് അങ്ങനെ ഒരാളെ വന്നിട്ട് നിനക്ക് ഇതെനിക്ക് ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ നീ ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കുത്തി കാണിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇതേ കണക്ക് താങ്കൾക്ക് ജോലി അതായിരുന്നു, ഇതേ കണക്ക് ഇപ്പോൾ ഇത് പാഷനാണ് എന്നുള്ള രീതി. തൻ്റെ അടുത്ത് ആരും വന്നിട്ട് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടരുതെന്നും പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന സമയത്ത് അത് മാന്യമായിട്ടുള്ള വീഡിയോ ആയിരിക്കണം. മറ്റുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ കുറ്റം പറയുന്ന വീഡിയോ മാത്രമായിട്ട് ഇടുവാണെങ്കിൽ അതിനെതിരെ ആൾക്കാർ നെഗറ്റീവ് പറയും. അനുമോളാണെങ്കിൽ സ്വന്തം അച്ഛനെ പറ്റിയൊക്കെ ഇതേ കണക്കൊരു വീഡിയോ ചെയ്യുന്നത് ആവശ്യമില്ലാതെ ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഒരാൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ദേഷ്യം വരും. അത് ഇത്ര മനോഹരമായിട്ട് നിൽക്കുന്നൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കമൻസൊക്കെ ഇടുന്ന സമയത്ത് ദേഷ്യം വരും. അവർ വന്ന് പറഞ്ഞെന്തോ നീ വേറെ വല്ല പണി നോക്കാനേ പറഞ്ഞിട്ടുള്ളത്. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളെ ചീത്ത വിളിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെ വിളിച്ചാൽ പിന്നെയും എന്തെങ്കിലും തിരിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളാണിത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ അനുമോളുടെ അച്ഛനെതിരെയും ഇത് കണക്കൊരു കാര്യം പറഞ്ഞു. അതിന് പ്രതികരിച്ച് അനുമോൾ ഒരു കാര്യം കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വീണ്ടും വന്നിട്ട് ഇതേ കണക്ക് നിങ്ങൾ പറയുകയാണ് അനുമോൾക്ക് ജോലിയൊക്കെ ഇതിൽ നല്ലേ ഉള്ളൂ, വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെയല്ല, ഞാനും വൈഫൊക്കെ ഭയങ്കര ജോലിയൊക്കെ ഉണ്ട്, പഠിത്തമുണ്ട്, എനിക്കിതൊക്കെ ജസ്റ്റ് ടൈം പാസ്സായിട്ട് പൈസ ഉണ്ടാക്കാനല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ പറഞ്ഞു എന്ത് കാര്യത്തിലും. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന് പറയേണ്ട എന്ത് കാര്യത്തിൽ പറയുന്നു, എങ്ങനെ അഭിപ്രായം പറയുന്നു എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ വേറൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വൈഫിൻ്റെ കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യം, ഇതേ കണക്ക് അനുമോളുടെ അടുത്ത് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ മറുപടിയായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം പിന്നെ എനിക്ക് മെസ്സേജ് അനുമോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ടെങ്കിൽ ഹാക്ക് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വ്യക്തിയും വൈഫും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടെങ്കിൽ അനുമോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കങ്ങനെ അനുമോൾ തന്നെ ചെയ്തു എന്നുള്ളൊരു കാര്യത്തെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. വേറെ ആൾക്കാരും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് അനുമോളാണ് ചെയ്തതെന്നൊന്നും നമുക്ക് പറയാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ഒരു വൈഫും കൂടി ചേർന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ, അതിനിങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞങ്ങളുണ്ടെങ്കിൽ കുറേയധികം പേര് വന്നിട്ട് നിങ്ങളുണ്ടെങ്കിൽ അച്ഛനെയൊക്കെ എതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ നല്ല രീതിയിൽ ഒരേ കണക്ക് തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അച്ഛനെയും അമ്മയൊക്കെ ഒരേ കണക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതേ കണക്കുള്ള കാര്യങ്ങൾ ഫോട്ടോസൊക്കെ കണ്ട സമയത്ത് ഞങ്ങളൊരു ഫീൽ തോന്നി. ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള രീതിയിൽ കുറേയധികം പേര് ഞങ്ങൾക്കതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊട്ടും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് ചാനലിൽ പോയതിനെക്കുറിച്ചും ഈ ഒരു 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറയുമ്പോഴത്തേന് കൂടുതലായിട്ട് അനുമോൾ ഇത് കണക്ക് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനുമോൾ ഇത് കണക്ക് ഹാക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും അനുമോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കുറേയധികം പേര് ഇത് വെച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അച്ഛൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതേ സമയത്ത് തന്നെ അനുമോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വേറെ 2 പ്രശ്നങ്ങൾ അനുമോൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഒരു അനുമോളും ഭുവനേഷ് എന്ന് പറഞ്ഞവരുടെ ഭർത്താവ്, അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പിൻ്റെ ഒരു കാര്യം ഭയങ്കരമായിട്ട് സംസാരമായിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് 31 വയസ്സ് ഏതാണ്ടാണ്. ഈ ഒരു ഭുവനേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് 27 ആണ്. അപ്പോഴത്തേന് ഇവരുടെ ആ ഒരു അനുമോളുണ്ടെങ്കിൽ മൂത്തതാണ്, ഈ ഒരു ചെറിയ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ഇളയ വ്യക്തിയാണ് കല്യാണം കഴിച്ച് അവൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോൾക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ കുറേയധികം ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു, അവർക്ക് അതിനുള്ള കല്യാണം കഴിക്കാനുള്ള പ്രായമായി, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതും കല്യാണം കഴിക്കുന്നതും. പ്രൈവറ്റായിട്ടാണ്, അവരുടെ ഫാമിലി മാത്രമാണ് കല്യാണത്തിനുണ്ടായിരുന്നത്. അതും വളരെ സീക്രട്ടായിട്ട് വെച്ചിട്ടാണ്. അവസാനം കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെ തീരുമാനമാണ്. അപ്പോൾ അതിനുണ്ടെങ്കിൽ മാനിക്കുക എന്നുള്ളത്, ആവശ്യമില്ലാതെ അവരെ ഏജൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് അവരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കണമല്ലോ, അതിന് വേണ്ടി ചിലവരുണ്ട് ഇത് കണക്ക് ഏജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവർ. കുറേയധികം പേര് ഇത് എത്ര കാലം പോവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് പോലും കമൻ്റ് ഇട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തങ്കച്ചൻ വിതുരയെ കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. അനുമോളും ഈ ഒരു തങ്കച്ചനൊക്കെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോയിലൂടെ ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയും അവരതിൽ ഭയങ്കര ഒരു കപ്പിൾ പോലെയൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തങ്കച്ചനെ ഈ അനുമോളെ ഇഷ്ടപ്പെടുന്ന കുറേയധികം പേരുണ്ടായിരുന്നു. ഈ അനുമോളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേയധികം തങ്കച്ചനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, നീ തങ്കച്ചനെ ചതിച്ചല്ലേ, അവൻ്റെ ശാപം നിനക്ക് കിട്ടും, എന്ത് ഇഷ്ടത്തോടെയൊക്കെ പെരുമാറിയിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും, തങ്കച്ചൻ്റെ ശാപം നിന്നെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം പേര് കാര്യമറിയാതെ നെഗറ്റീവ് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം, അതൊക്കെ അവർ ആ ഒരു ഷോയ്ക്ക് വേണ്ടി ചുമ്മാ അഭിനയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നതാണ് അതിൻ്റെ ഡയറക്ടറൊക്കെ പറഞ്ഞിട്ട്, അല്ലാതെ ഇവർ തമ്മിൽ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവർ തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇതേ കണക്ക് അതൊക്കെ അഭിനയമാണെന്നുള്ളത്. അതുപോലും മനസ്സിലാക്കാതെ കുറേയധികം പേര് ഇതേ കണക്ക് വന്നിട്ട് അനുമോൾക്കെതിരെ കാര്യമറിയാതെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുണ്ട്. അവരൊക്കെ പറയാനുള്ളത്, നിങ്ങളിതൊക്കെ മനസ്സിലാക്കി സംസാരിക്കും, ഇതൊക്കെ ഷോയാണ്, ചില കാര്യങ്ങളൊക്കെ അഭിനയവും കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ റിയലായിട്ടൊന്നുമല്ല. അവരിപ്പോൾ അനുമോൾ യഥാർത്ഥത്തിൽ വെളിയിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു തങ്കച്ചനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കണക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം എല്ലാ കുറ്റവും പറയുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അല്ലാതെ ആവശ്യമില്ലാതെ തങ്കച്ചൻ്റെ പേര് പറഞ്ഞിട്ട് തങ്കച്ചൻ തന്നെ ഇത് കേട്ടാൽ ചിരിക്കത്തേ ഉള്ളൂ. ആ ഒരു വ്യക്തി പോലും അനുമോളെ ഇങ്ങനെ ശപിക്കുകയൊന്നും ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ആൾക്കാർ അനുമോൾക്കെതിരെ ഒരു നല്ലൊരു ദിവസത്തിൽ ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊരു കാര്യമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അനീഷിൻ്റെ കാര്യം, ബിഗ് ബോസിൽ വെച്ച് ഈ ഒരു അനുമോളുണ്ടെങ്കിൽ അനീഷിനെ നോക്കിയത് പെരുമാറിയതൊക്കെ ഇഷ്ടത്തോടെയാണെന്നുള്ള രീതിയിൽ അനീഷിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അനീഷിന് അനുമോളെ ഒരു കല്യാണം കഴിക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്നു. അത് പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്ക് വേറെ കല്യാണം കഴിച്ച സമയത്ത് അനീഷിന് ഇഷ്ടമുള്ള ആൾക്കാർ കുറേ നെഗറ്റീവ് കമൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ വെച്ച് അനീഷിന് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് നീ ഇപ്പം വേറെ കല്യാണം കഴിച്ചത്, നീ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ചതിച്ചില്ലയോ, നിനക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും, നീ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫാണ്, ഒരു വ്യക്തിയാണ് ചതിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് അനുമോളെ ഹേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിഷയത്തിൽ എനിക്ക് സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. അനീഷിന് ഇഷ്ടമാണെന്ന് അനുമോൾ എവിടെയും വന്ന് പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അനുമോൾ ചെയ്ത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അനുമോൾ അങ്ങനെയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അനുമോളുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നല്ല ഫ്രണ്ടായിട്ടൊക്കെ കാണുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അനീഷിനുണ്ടെങ്കിൽ ചെറുതായിട്ട് അനുമോളിനോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യമായിട്ട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ അനുമോൾക്കെതിരെ ഇതുപോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കാര്യങ്ങൾ നിർത്തുക, വീഡിയോസ് ഇടുന്ന നിർത്തുക. അവർ നല്ലൊരു ടൈമിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് അവരെ ലൈഫ് മുമ്പോട്ട് പോവാണ്. നമുക്ക് ആശംസിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ അവരെ പോസ്റ്റോ വീഡിയോസോ ഒന്നും കാണാതെ സ്കിപ്പ് ചെയ്ത് പോകുക. അതിന് പകരം ആവശ്യമില്ലാതെ എന്തിനാണ് അവർക്കെതിരെ ഇത്ര ഹേറ്റ് പടർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയാം. ഞാൻ പറയുന്ന വിഷയത്തോട് യോജിക്കുന്നവരുണ്ടായിരിക്കാം, എതിർക്കുന്നവരും ഉണ്ടായിരിക്കാം. സോ യോജിക്കുന്നവർ നിങ്ങൾ എന്തുകൊണ്ട് യോജിക്കുന്നുവെന്നും എതിർക്കുന്നവർ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ മാന്യമായിട്ട് പറയാൻ ശ്രമിക്കുക.